ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ഫെബിൻ ആൻഡ്രൂസ്. ക്രിപ്റ്റോ കറൻസി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോയിലെ പുതിയ പുതിയ മാറ്റങ്ങൾ അറിയുകയും അതുമായി ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളിൽ നേരത്തെ തന്നെ ജോയിൻ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ക്രിപ്റ്റോ ബുൾ മാർക്കറ്റ് വരുമ്പോൾ ഇൻസൈൻ ഗെയിൻസ് ഉണ്ടാക്കാനുള്ള ടെക്നിക്ക്. അപ്പോൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് ബുൾ റണ്ണിൽ വരാൻ സാധ്യതയുള്ള നരേറ്റീവ്സ്? So if you want to know more about the new narratives in crypto, let's dive deep and explore the potential 100x coins. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. അപ്പോൾ ഓരോ ബുൾ മാർക്കറ്റിലും ഒരു 100x 200x പൊട്ടൻഷ്യൽസ് ഉള്ള കോയിൻസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു സക്സസ്ഫുൾ ആയ ഇൻവെസ്റ്ററിൻ്റെ വിജയം. അപ്പോൾ അത് എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ വി ക്യാൻ റീച്ച് ടു എ പോയിന്റ്. ഐഡൻറ്റിഫൈ ദ ക്രിപ്റ്റോ നരേറ്റീവ്സ്. അതിൽ ഗെറ്റ് ഇൻ ഏർലി ആൻഡ് ദെൻ വെയിറ്റ് ഫോർ ദ ബുൾ റൺ ടു ഹാപ്പൻ. അതാണ് ആകെ ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ക്രിപ്റ്റോ നരേറ്റീവ്സ് എന്താണെന്ന് നമുക്കറിയണം. അപ്പോൾ എന്താണ് ഒരു ക്രിപ്റ്റോ നരേറ്റീവ്? അപ്പോൾ ഡ്യൂറിങ് ദ ബെയർ മാർക്കറ്റ്, അതായത് ഈ ഒരു സമയങ്ങളിൽ ഇന്നോവേഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഓരോ ക്രിപ്റ്റോ ടെക്നോളജിയിലും ഇന്നോവേഷൻസ് ഹാപ്പൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പുതിയ പുതിയ ഇന്നോവേഷൻസ് വരുമ്പോഴും അതിനെക്കുറിച്ച് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബിലീഫ് ആൾക്കാരുടെ ഇടയിൽ പരക്കും. അപ്പോൾ അതിനെയാണ് ക്രിപ്റ്റോ നരേറ്റീവ്സ് എന്ന് പറയുന്നത്. അതിൽ ചില നരേറ്റീവ്സ് റിയലി ഗുഡ് ആണ്, വാല്യുബിൾ ആണ്. അപ്പോൾ സ്പോട്ടിങ് ദ റൈറ്റ് നരേറ്റീവ്സ് ആണ് നമ്മുടെ വിജയത്തിൻ്റെ രഹസ്യം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് നരേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, ദെൻ ഒരു 4 സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മുടെ ഒരു ഹ്യൂജ് റിട്ടേൺസ് സെക്യൂർ ചെയ്യുന്നതിനുള്ള കീ. ഒന്നാമത് നമ്മൾ പറഞ്ഞു, ട്രെൻഡിങ് ആയിട്ടുള്ള അപ്കമിങ് നരേറ്റീവ്സ് നേരത്തെ കൂട്ടി മനസ്സിലാക്കുക. രണ്ടാമത് ഡൈവേഴ്സിഫൈ ചെയ്യാം. അതായത് സോ മെനി നരേറ്റീവ്സ് ഓരോ ക്രിപ്റ്റോ ബുൾ റണ്ണിലും വരും. കഴിഞ്ഞ ബുൾ റണ്ണിൽ ഉണ്ടായ നരേറ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാശും കൂടി ഒരു പർട്ടിക്കുലർ നരേറ്റീവിൽ ഇടാതെ ഡൈവേഴ്സിഫൈ ഇറ്റ്. കാരണം ആ നരേറ്റീവ്സ് പിക്ക് ചെയ്തില്ലെങ്കിൽ വി വിൽ ഗെറ്റ് എ ലോസ്. സോ ഡൈവേഴ്സിഫൈ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗെറ്റ് ഇൻ ഏർലി. അതായത് ഈ ഒരു സമയത്ത് തന്നെ ആ നരേറ്റീവ്സ് മുൻകൂട്ടി കണ്ട് ആ ട്രെൻഡിൽ നമ്മൾ കയറിയാൽ ബുൾ റൺ വരുമ്പോൾ വി വിൽ ബി അറ്റ് ദ ടോപ്പ്. So that is how we make 100x or 200x gains. And നാലാമത് ഐഡന്റിഫൈ ദ മൈക്രോ ക്യാപ്പ് ഓർ നാനോ ക്യാപ്പ് കോയിൻസ്. ഇപ്പോൾ L2 L3 എന്ന് പറഞ്ഞിട്ടുള്ള നരേറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകളാണ്. ദേ ഹാവ് ഹ്യൂജ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതിലൊക്കെ കയറിയാൽ വി ക്യാൻ നെവർ മേക്ക് 100x. അപ്പോൾ ഏറ്റവും ചെറിയ മൈക്രോ ക്യാപ്സ്, അതായത് മില്യൺസ് ഓഫ് ഡോളർ അല്ലെങ്കിൽ ഈവൻ 1 million 2 million മാത്രം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള നല്ല നല്ല പ്രൊജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് ഈ നരേറ്റീവിൽ ഫിറ്റ് ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വി ഹാവ് ടു ഡു സം റിസർച്ച് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് വർക്ക്. എന്നിട്ട് അതിൽ കയറുക എന്നുള്ളതാണ് 100x കോയിൻസിൽ ഗെയിൻസ് ഉണ്ടാക്കാനുള്ള മാർഗം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആക്ച്വലി വെൻ ദ ബുൾ റൺ ഹാപ്പൻസ് ഈ കോയിൻസുകളൊക്കെ മേലേക്ക് പോകാൻ തുടങ്ങും. സോ അപ്പോൾ നമുക്കൊരു വിശ്വാസം വരും, ഓ ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്. ആൻഡ് ദെൻ വി വിൽ ട്രൈ ടു സ്റ്റിക്ക് ടു ഇറ്റ്. That is the biggest mistake. And most important thing is take out your profit and exit when the bull market at the peak il ettumbo. അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കീ. ബിക്കോസ് നമ്മൾ കറക്റ്റ് ടൈമിന് എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ വിതിൻ ഫ്യൂ ഡേയ്സ് ഓൾ യുവർ പ്രോഫിറ്റ് ക്യാൻ ഗോ ബാക്ക്. ക്രിപ്റ്റോയിൽ ഇപ്പോൾ ഒരു കോയിൻ ഏറ്റവും പീക്കുന്ന അതിൻ്റെ ലോവസ്റ്റ് പോയിന്റിലേക്ക് എത്താനായിട്ട് ഹാർഡ്ലി 2-3 days മതി. സോ സെക്യൂറിങ് യുവർ പ്രോഫിറ്റ് മസ്റ്റ് ആയിട്ടുള്ളൊരു സ്കില്ലാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രീവിയസ് ബുൾ മാർക്കറ്റുകളിലെ ക്രിപ്റ്റോ നരേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. എന്നിട്ട് 2024-25 വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ നരേറ്റീവ്സിലേക്ക് നമുക്ക് പോകാം. നമുക്കറിയാം ഇതുവരെ 4 മെയിൻ ആയിട്ടുള്ള ബുൾ റൺസ് ആണ് ഉണ്ടായിട്ടുള്ളത്. 2013
2017 2021 ഇതാണ്. അപ്പൊ ആദ്യം നമുക്ക് കഴിഞ്ഞ ബുൾ റണ്ണുകളിലെ നരേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതൊന്ന് മനസ്സിലാക്കിയ ശേഷം we will understand the upcoming narratives for the next bull cycle. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബുൾ റൺ നടന്നിരിക്കുന്നത് 2013 അപ്പോൾ അന്ന് ബിറ്റ്കോയിൻ വാസ് വെരി 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 സ്മോൾ ആൻഡ് നോട്ട് സോ പോപ്പുലർ. അത്രയും സ്മോൾ ആയിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നരേറ്റീവ്സോ ഇന്നോവേഷൻസോ ഒന്നുമില്ല. ബിറ്റ്കോയിന്റെ ഒരേ ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നത് ട്രാൻസ്ഫർ ദ മണി ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ അക്രോസ് ദ ഗ്ലോബ് വിതൗട്ട് എ സെൻട്രൽ എൻറ്റിറ്റി കോൾഡ് ബാങ്ക് എന്നായിരുന്നു. അപ്പോ അന്നത്തെ ട്രെൻഡ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് ഇല്ലാത്ത എല്ലാവർക്കും കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വെസ്റ്റേൺ യൂണിയനോ സെൻപേയോ അങ്ങനത്തെ മിഡിൽ ഏജൻസികൾ ഇല്ലാതെ തന്നെ എല്ലാവർക്കും കാശ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അന്നത്തെ ബിഗ് നരേറ്റീവ്സ് 2013 ബിറ്റ്കോയിൻ ഹ്യൂജ് ഗെയിൻസ് നേടിക്കൊടുത്ത നരേറ്റീവാണ് ബാങ്ക് ദ അൺബാങ്ക്ഡ്. അതായത് ബാങ്കിങ് സിസ്റ്റത്തിൽ ഭാഗമല്ലാത്ത എല്ലാവർക്കും കാശ് ട്രാൻസ്ഫർ ചെയ്യാനും റിസീവ് ചെയ്യാനും ക്രോസ് ബോർഡർ പേയ്മെന്റ്സ് ഒക്കെ പറ്റും. അതായിരുന്നു അന്നത്തെ ഹൈപ്പിന്റെ കാരണം. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ആസ് യൂഷ്വൽ അതിന്റെ ട്രെൻഡ് കഴിഞ്ഞു ബെയർ മാർക്കറ്റിൽ പോയി. പിന്നെ നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് വരുന്നത് 2017 അപ്പോഴേക്കും കുറേ ഇന്നോവേഷൻസ് വന്നു. ബിറ്റ്കോയിൻ എന്നുള്ള ഒരു ബ്ലോക്ക് ചെയിൻ ക്രിപ്റ്റോ കറൻസിക്ക് പകരം എത്തീരിയം, ബിറ്റ്കോയിൻ ക്യാഷ് അങ്ങനെ കുറേ ഇത് വന്നു. സ്മാർട്ട് കോൺട്രാക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എത്തീരിയം ആണ് അതിൽ നമ്പർ 1 ആയിട്ട് നിന്നിരുന്നത്. പ്രോഗ്രാമബിൾ മണി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പൊ എന്ത് പറ്റി? ആ എത്തീരിയം എന്നുള്ള ലെയർ 1 ബ്ലോക്ക് ചെയിന്റെ മേലെ കുറെ ഇന്നോവേഷൻസ് വന്നു. അപ്പൊ അതില് അപ്രാവശ്യത്തെ ഉണ്ടാക്കിയ ഹൈപ്പുകളാണ് ഈ കാണുന്ന 3. ഒന്ന് ICO, ഇനീഷ്യൽ കോയിൻ ഓഫറിങ്സ്. ആരെങ്കിലും ഒരു പ്രൊജക്ട് തുടങ്ങുമ്പോൾ ആ പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് സാധാരണക്കാർക്ക് പങ്കെടുക്കാൻ പറ്റി. അതിനെയാണ് ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ്. പ്രൊജക്ട് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ സാധാരണക്കാര് ആ കോയിൻ ബുക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് പ്രൊജക്ട് വരുമ്പോൾ ബാക്കിയുള്ളവർ ആ കോയിൻ മേടിക്കുമ്പോൾ ആദ്യം കയറിയവർക്ക് പ്രോഫിറ്റ് കിട്ടും. ദാറ്റ് വാസ് ദ കോൺസെപ്റ്റ് ICO. പിന്നെ രണ്ടാമത് വന്നൊരു നരേറ്റീവാണ് ക്രോസ് ബോർഡർ പേയ്മെന്റ്സ്. ഈ ക്രിപ്റ്റോ ബേസ്ഡ് ക്രോസ് ആപ്ലിക്കേഷൻസ് റിയൽ ബാങ്കിങ് വേൾഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് കാശ് ഫാസ്റ്റ് ആൻഡ് സെക്യൂർഡ് ആയിട്ട് അയക്കാൻ പറ്റും എന്നുള്ളൊരു നരേറ്റീവ് വന്നു. അപ്പൊ അതിൽപ്പെട്ട 2-3 കോയിൻസ് ഞാൻ പറയാം. അതായത് XRP, XLM ഇങ്ങനെ 2-3 കോയിൻസ് ഉണ്ടായിരുന്നു. ദേ മെയ്ഡ് മോർ ദാൻ 1000x. അതിന്റെ നരേറ്റീവ് എന്താണ്? ബാങ്കുകളെല്ലാം ഈ കോയിൻസ് അഡോപ്റ്റ് ചെയ്യും. അപ്പോ ഇതിന്റെ വാല്യൂ 10 times കൂടുമെന്നുള്ളതാണ്. 10 times 100x, 1000x. XRP ഒക്കെ 10,000x ഐ തിങ്ക് ഇൻക്രീസ്ഡ്. പിന്നെ അതിന്റെ കൂടെ തന്നെ വന്ന വേറൊരു നരേറ്റീവാണ് പ്രൈവസി. ബിറ്റ്കോയിൻ പബ്ലിക് ലെജറിലായതുകൊണ്ട് ആരുടെയെങ്കിലും വാലറ്റ് അഡ്രസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫുള്ളി പബ്ലിക്. അപ്പൊ അതിനെ ഒന്ന് അഡ്വാൻസ് ചെയ്തിട്ട് കുറച്ച് പ്രൈവസി കൊടുക്കുന്ന ചില കോയിൻസ് ഒക്കെ വന്നു. ദേ ഓൾസോ ഇൻക്രീസ്ഡ് 1000x. ഇത് 2017. ഇനി നമുക്ക് ഈ അടുത്ത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന 2020 നരേറ്റീവ്സ് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആസ് ടൈം ഇങ്ങനെ പാസ് ചെയ്യുന്നതോറും ഇന്നോവേഷൻസും ഡിസ്ട്രപ്ഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ ചിലത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്യും ആൾക്കാർക്ക്. അങ്ങനത്തെ നരേറ്റീവ്സ് നോക്കി എടുക്കുക എന്നുള്ളതാണ് കീ. ഓക്കെ, അപ്പൊ 2021 വന്ന നരേറ്റീവ്സ് ആണ് DeFi, ഡീസെൻട്രലൈസ്ഡ് ഫിനാൻസ്. ദാറ്റ് നമുക്ക് പറയാം 21 ഏർലി ഡേയ്സില് DeFi ആണ് ബോൾഡൻ കിക്ക് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഡെക്സസ്, ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചസ് വന്നു. NFTs ആൻഡ് മെറ്റാവേഴ്സ്. NFT ആൻഡ് മെറ്റാവേഴ്സ് എന്ന് നമുക്ക് പറയേണ്ട. ഐ തിങ്ക് ദാറ്റ് ഹാസ് ബിക്കം എ ഹൗസ് ഹോൾഡ് നെയിം. അത്രത്തോളം ഹൈപ്പാണ് അത് ഉണ്ടാക്കിയത്. NFT പ്രൊജക്ടുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇത് ഓരോന്നും എന്താണെന്നുള്ളത് സബ്സിക്വന്റ് വീഡിയോസിൽ നമുക്ക് നോക്കാം. പക്ഷെ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്രിപ്റ്റോ നരേറ്റീവ്സ്, കഴിഞ്ഞ ബുൾ സൈക്കിളുകളിൽ അത് എങ്ങനെയാണ് പ്ലേ ചെയ്തത്, ആൻഡ് അടുത്ത ബുൾ സൈക്കിളിലേക്ക് ഏതൊക്കെ ട്രെൻഡുകൾ നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, so now let's begin with 2025 bull run narratives. അപ്പോൾ ഇതിൽ ഒരു ഹ്യൂജ് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഓരോന്നും ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് അതിൽ ടോപ്പിൽ നിൽക്കുന്ന കോയിൻസ് വരുന്ന വീഡിയോകളിൽ ചെയ്യും. പക്ഷെ ഇപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് കറന്റ് ട്രെൻഡിങ് അല്ലെങ്കിൽ വളർന്നു വരുന്ന നരേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ നരേറ്റീവ്സ് ISO 222.
2017 ഞാൻ പറഞ്ഞ ക്രോസ് ബോർഡർ പേയ്മെന്റിന്റെ ഹൈപ്പിന്റെ സെക്കൻഡ് പാർട്ടാണ് ISO 2002. അതായത് നമ്മൾ ക്യാഷ് സെറ്റിൽ ചെയ്യുമ്പോൾ ബിറ്റ്വീൻ ടു പാർട്ടീസ് ക്യാഷ് സെറ്റിൽ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ട ഒരു പ്രോട്ടോകോൾസ് ഉണ്ട്, സെർട്ടൻ പ്രോട്ടോകോൾസ് ഉണ്ട്. അത് കംപ്ലൈന്റ് ആയിട്ടുള്ള കോയിൻസ് ആണ് ISO 222 വരുന്നത്. എല്ലാ ടൈപ്പ് ക്രിപ്റ്റോ കറൻസിയും നമുക്ക് പേയ്മെന്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റിന്റെ റെഗുലേഷൻ കിട്ടില്ല. അപ്പോൾ ദർ ഇസ് എ ഫെയർ ചാൻസ് ISO 222 കംപ്ലൈന്റ് ആയിട്ടുള്ള കോയിൻസ് വിൽ ബി അഡോപ്റ്റഡ് ബൈ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മേ ബി ഗെറ്റ് ത്രൂ ഗവൺമെന്റ് ഓൾസോ. കാരണം റീസെന്റ് XRP US-ലെ സെക്വായിട്ട് ഒരു ലോസൂട്ട് വിൻ ചെയ്തു. അപ്പൊ അതിന്റെ പുറത്ത് ദർ ക്യാൻ ബി എ ഫെയർ ചാൻസ് ഓഫ് ഹൈപ്പ്. രണ്ടാമത്തതാണ് റിയൽ വേൾഡ് അസെറ്റ്. മൂന്നാമത്തത് ഡീപിൻ. ഡീപിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. അതായത് ക്രിപ്റ്റോ കറൻസിയും അതിനോടനുബന്ധിച്ചുള്ള പ്രൊജക്ടുകളും വളരുന്നതിനോടൊപ്പം അത് സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അത്രയില്ല. അപ്പൊ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന പ്രൊജക്ടുകളുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. സോ ഇഫ് യു വാണ്ട് ടു നോ ഇതിന് ഓരോന്നിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്നതിനും അതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടുകളെ കുറിച്ച് അറിയുന്നതിനും പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. എനിവേ, സോ DSO സ്റ്റാൻഡ്സ് ഫോർ ഡീസെൻട്രലൈസ്ഡ് സോഷ്യൽ നെറ്റ്വർക്ക്സ്. അതിന് പല അഡ്വാൻറ്റേജും ഉണ്ട്. അതായത് നമ്മുടെ ഡാറ്റ നമുക്ക് തന്നെ മൊണറ്റൈസ് ചെയ്യാൻ പറ്റുന്നതാണ് DSOയുടെ അഡ്വാൻറ്റേജ്. DSTO ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ഇപ്പോൾ ബ്ലോക്ക് ചെയിനിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വേണം. എങ്ങനെ നമ്മുടെ കയ്യിലുള്ള സ്പെയർ ഹാർഡ്വെയർ സ്പേസ് നമുക്ക് ലീസ് ഔട്ട് ചെയ്തിട്ട് ഒരു Web3 ഒരു ഏർണിങ്സ് ഉണ്ടാക്കാം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രൊജക്ടുകളാണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറേജിൽ വരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ട്രെൻഡിന്റെ എക്സ്റ്റൻഷൻ ആണ്, അതായത് വാക്ക് ടു ഏൺ, പ്ലേ ടു ഏൺ, വാച്ച് ടു ഏൺ, സ്ലീപ് ടു ഏൺ, റൈഡ് ടു ഏൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത പ്ലേ ടു ഏൺ, അങ്ങനെ കുറേ ഏർണിംഗ് സിസ്റ്റംസ് ഉണ്ട് Web3. അതിൽ ഓരോന്നിനെ കുറിച്ചും വി ക്യാൻ ഡിസ്കസ്. അപ്പൊ ആ ഒരു നെറേറ്റീവ്സും ഇപ്പോൾ ഹൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ L2 റോളപ്സ്. ലെയർ 1, അതായത് ബേസിക് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട്സ് ഒക്കെ സ്പീഡ് ഒരു പ്രശ്നമായതുകൊണ്ട് അതിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അതിന്റെ ടോപ്പ്, അതായത് ലെയർ 1ന്റെ മേലെ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബ്ലോക്ക് ചെയിൻസ് ആണ് ലെയർ 2 അല്ലെങ്കിൽ റോൾ അപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ മാറ്റിക് എന്ന് പറയുന്ന കോയിനൊക്കെ അതിൽ പെടുന്നതാണ്. പിന്നെ വരുന്നത് ക്രോസ് ചെയിൻ സ്വാപ്സ്. അതായത് ഇഷ്ടംപോലെ ബ്ലോക്ക് ചെയിൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ബ്ലോക്ക് ചെയിനിൽ നിന്ന് വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കറൻസി ട്രാൻസ്ഫർ ചെയ്യാനുള്ള മെത്തേഡ്സ് ഇപ്പോഴും നോട്ട് എഫിഷ്യൻറ്റ്. ബ്ലോക്ക് ചെയിനിൽ നിന്ന് വേറൊരു ബ്ലോക്ക് ചെയിനിലേക്ക് കറൻസി ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ആപ്സ് ഈസ് എ നെസസിറ്റി. കാരണം ചില ആപ്ലിക്കേഷൻസ് ചില ബ്ലോക്ക് ചെയിൻസിൽ എക്സ്ട്രീംലി ഗുഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാം, അപ്പൊ അതിന് വേണ്ടുന്ന ആപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൂടാതെ ദർ ആർ ഫ്യൂ മോർ നെറേറ്റീവ്സ് വിച്ച് ഹോൾഡ് സ്ട്രോങ്. അത് സെപ്പറേറ്റ് ഉള്ള വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം. നമ്മളിപ്പോൾ എന്താണ് ക്രിപ്റ്റോ നെറേറ്റീവ്സ് എന്നും കഴിഞ്ഞ കാലത്തെ ക്രിപ്റ്റോ നെറേറ്റീവ്സ് എത്രത്തോളം ഗെയിൻസ് തന്നു എന്നും മനസ്സിലാക്കി. അതുപോലെ നെക്സ്റ്റ് ബുൾ റണ്ണിലേക്കുള്ള ഒരു ലിസ്റ്റ് ഓഫ് നെറേറ്റീവ്സിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ആസ് എ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിലത്തെ ഓരോ നെറേറ്റീവ്സിനും കോയിൻസ് കണ്ടുപിടിക്കുകയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുകയും കറക്റ്റായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്യുകയും കറക്റ്റ് ടൈമിൽ എക്സിറ്റ് ചെയ്യുകയുമാണ്. ഈ 4 സ്റ്റെപ്സ് ഇഫ് യു ഇംപ്ലിമെന്റ് ഓൾ ദി സ്ട്രാറ്റജി you can be a successful investor. If you think this video is useful, please subscribe to my channel and share it with your friend who is interested in crypto.